സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വലിയ സംഭവം എന്താണെന്നറിയോ നിങ്ങൾക്ക്? പല ആളുകൾക്കും പല അഭിപ്രായം ഉണ്ടാവില്ലേ? ബദറാണെന്ന് പറയും, ഇസ്രാ മിഅ്റാജ് ആണെന്ന് പറയും. പല ആളുകൾക്കും പല അത്ഭുതങ്ങളായിരിക്കും. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നുള്ള ഒരു ചർച്ചയിലാണ് സ്വഹാബത്ത് ഇങ്ങനെ നിന്നിട്ട് മുത്തുനബിയുടെ ജീവിതത്തിൽ എന്തായിരിക്കും ഏറ്റവും വലിയ സംഭവം, അതിങ്ങനെ ഒന്ന് അന്വേഷിക്കുമ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അപ്പോൾ ഒരു സ്വഹാബി പറയാണ്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യണത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ വഫാത്തായിട്ടുള്ളൂ, ആയിഷ ബീവി ജീവിച്ചിരിപ്പുണ്ടല്ലോ, നമുക്കൊന്ന് പോയി ചോദിച്ചാലോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ രണ്ട് സ്വഹാബത്ത് പോയി ആയിഷ ബീവിനോട് ചോദിച്ചു, ആയിഷ ബീവിയെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം അതെന്താണ്? ഇതറിയാൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ചോദിച്ച സമയത്ത് സുബ്ഹാനല്ലാഹ് ആയിഷ ബീവി എന്താ പറഞ്ഞതെന്ന് അറിയങ്ങൾ? മുത്തുനബിയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അത്ഭുതമാണല്ലോ. മുത്തുനബിയുടെ ജീവിതത്തിൽ എന്താണ് അത്ഭുതം ഇല്ലാത്തത്? ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ ജീവിതത്തിൽ എല്ലാം അത്ഭുതമായിട്ട് സംഭവിച്ചതാണ്. എല്ലാം അത്ഭുതമാണ്. എന്താണ് അത്ഭുതം അല്ലാത്തത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ? എന്നാലും എന്നെ അതിശയപ്പെടുത്തിയ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയാം. ഇത് പറഞ്ഞിട്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്നും വിവരിക്കുകയാണ്. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വന്നിട്ട് ആയിഷ ബീവിയോട് പറയാ, ആയിഷ, ഞാനിപ്പോൾ ഇബാദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു ആയിഷ, കുറച്ചധികം നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കൂടെ കിടന്നുറങ്ങേണ്ട സമയമാണ്. നീ സമ്മതം തന്നാൽ ഞാൻ കുറച്ചധികം നിസ്കരിക്കും ആയിഷ. നോക്കൂ നിങ്ങൾ, എന്തൊരു മനോഹരമായ വാക്കല്ലേ. സ്വന്തം ഭാര്യയുടെ കൂടെ കിടക്കേണ്ട സമയം, അതിൽ നിന്നും അവിടെ ഒരു സ്പേസ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്ക് കൊടുത്തൊരു സ്പേസ് നോക്കുന്നത്. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും വേണ്ടത്? നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധം എത്ര മനോഹരമായി കൊണ്ട് നടക്കാൻ ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും, മഹദിയായ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ നിന്നും, ഖദീജ ബീവിയുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ടല്ലോ ഉൾക്കൊള്ളാൻ. പക്ഷെ നമ്മളതൊന്നും ഉൾക്കൊള്ളുന്നില്ല, അതാണ് സത്യം. ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ആയിഷ ബീവി പറയാ, ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കേണ്ട സമയമാണ്, പക്ഷെ ഞാൻ ഇബാദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു ആയിഷ, ഞാനൊന്ന് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നീ സമ്മതം തന്നാൽ മാത്രം ഇൻഷാ അല്ലാഹ് ഞാൻ നിസ്കരിക്കുമെന്ന് ആരാ പറയണേ? മുത്തായ നബി തങ്ങളാ പറയണത്. ആയിഷ ബീവി പറഞ്ഞു, നബിയെ, അങ്ങേക്ക് ഇപ്പോൾ ഇബാദത്തെടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങ് ഇബാദത്തെടുക്കൂ. അങ്ങക്ക് എന്താണോ ഇഷ്ടം അതിന് കൂടെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന്. മാഷാ അല്ലാഹ്. അതാണ് ഏറ്റവും വലിയ മനോഹരമായ ദാമ്പത്യം. അള്ളാഹു നമ്മുടെയൊക്കെ ദാമ്പത്യം നന്നാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ അവിടെ നിന്ന് സുബ്ഹാനല്ലാഹ് ഹബീബായ തങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങി. ആയിഷ ബീവി പറയാ, ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു തരം നിസ്കാരം ഹബീബായ തങ്ങൾ 4 റക്അത്താണ് നിസ്കരിക്കുന്നത്. പക്ഷെ ആ 4 റക്അത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറയാണ് പാരായണം ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത ഒരു നിസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിട്ടുള്ള നിസ്കാരം. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയാണ് ഒന്നാമത്തെ റക്അത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്തത്. എത്ര സമയമെടുത്തിട്ടുണ്ടാവും അത് തീരാനൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിവിടെ യാസീനൊന്ന് ഓതി തീർക്കാൻ എത്ര പെടാപ്പേടുപെടുന്നു അല്ലേ? ആ സമയത്ത് ഹബീബായ തങ്ങൾ നിസ്കരിക്കുമ്പോൾ രാത്രിയിൽ സൂറത്തുൽ ബഖറ ഓതിയിട്ടാണ് ഒന്നാമത്തെ റക്അത്ത് നിസ്കരിച്ചത്. ആയിഷ ബീവി വീണ്ടും വിവരിക്കുന്നു, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സുജൂദിൽ എത്രയോ സമയം കിടക്കുന്നു. റുക്കൂഉം സുജൂദും എല്ലാം ഒരുപാട് സമയമാണ് മുത്തുനബി ചിലവഴിക്കുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ആൽ ഇംറാൻ സൂറത്താണ് ഓതിയത്. നോക്കൂ നിങ്ങൾ, എത്ര വലിയ വലിയ സൂറത്തുകളാണ്. മുത്തുനബി ഇതൊക്കെ ഓതിയിട്ടാണ് നിസ്കരിക്കുന്നത്. മൂന്നാമത്തെ റക്അത്തിലും നാലാമത്തെ റക്അത്തിലും വലിയ വലിയ സൂറത്തുൽ മാഇദ പോലത്തെ വലിയ സൂറത്തുകളാണ് ഹബീബായ തങ്ങൾ ഓതിയത്. ഇതൊക്കെ കഴിഞ്ഞ് സുബഹിൻ്റെ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. സ്വഹാബത്തിനോട് പറയാ, ആര്?
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, സുബഹിയുടെ സമയമെടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി, ബാങ്ക് വിളിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് സ്വഹാബത്തെ. പക്ഷെ മുത്തുനബിയുടെ നിസ്കാരം കഴിഞ്ഞില്ല. മുത്തുനബി അങ്ങനെ ഇബാദത്തില് കാലിലൊക്കെ നീര് വന്ന് നിസ്കരിച്ച് നിന്നിട്ടും റുക്കൂഉം സുജൂദും എത്ര സമയമാണ് മുത്തുനബി നിസ്കരിച്ചത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ മുത്തുനബിൻ്റെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു, അല്ലയോ നബിയെ, അങ്ങേക്ക് വേണ്ടിയിട്ടല്ലേ സ്വർഗം പടച്ചത് നബിയെ? ഈ സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം പോലും നബിയെ അങ്ങല്ലേ? സ്വർഗത്തിൻ്റെ കാവൽക്കാരനല്ലേ മുത്തുനബിയെ അങ്ങ്? പിന്നെ എന്തിനാണ് അങ്ങ് ഇത്ര ത്യാഗം ചെയ്യുന്നത്? അങ്ങ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അങ്ങേക്ക് വേണ്ടിയല്ലേ ഈ ഭൂമി പടച്ചത്? അല്ലാഹുവിൻ്റെ റസൂലിന് വേണ്ടിയല്ലേ സ്വർഗം പടച്ചത്? പിന്നെ എന്തിനാണ് നബിയെ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആദരവായ പ്രവാചകർ മുത്തുനബി എന്താ പറഞ്ഞതെന്ന് അറിയുങ്ങൾ? ഞാൻ എൻ്റെ അള്ളാഹുവിന് വേണ്ടി നന്ദി ചെയ്യുകയാണെന്ന്. നോക്കൂ നിങ്ങൾ, എല്ലാ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളും അള്ളാഹു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത്, ദുനിയാവിൽ ഇന്നേ വരെ ഇതുപോലത്തെ ഒരു സൃഷ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ മറ്റേത് പ്രവാചകരുണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ? ആദ്യത്തെയും അവസാനത്തെയും പ്രവാചകരല്ലേ? അല്ലേ? മിനിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയെല്ലാം കൊണ്ടും വാഗ്ദാനം ചെയ്ത, അള്ളാഹുവിനെ കാണാൻ 7 ആകാശവും കടന്ന് മിഅ്റാജ് പോയ മുത്തുനബി, അള്ളാഹു അങ്ങനെ സ്നേഹിച്ച് എല്ലാം വാരിക്കോരി കൊടുത്ത പ്രവാചകർ, സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ, സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന മുത്തുനബി, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത മുത്തുനബി, ഇങ്ങനെ എല്ലാ സവിശേഷതകളും മുത്തുനബിക്ക് കൊടുത്തിട്ട്, ആ മുത്തുനബിക്ക് സ്വർഗം കൊടുത്തിട്ട്, എന്നിട്ട് മുത്തുനബി അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്തെടുക്കുമ്പോൾ മിനിങ്ങളെ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നന്ദി ചെയ്യാന്നാണ് ആര് പറയണത്? മുത്തുനബി പറയണത്. നിന്ന് നിസ്കരിച്ചു, മുത്തുനബിക്ക് വയ്യ, കാലിൽ നീര് വന്നു, ക്ഷീണിച്ചു, തളർന്നു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാടുണ്ട്. ആയിഷ ബീവി കണ്ട ഏറ്റവും വലിയ അത്ഭുത മുത്തുനബിയുടെ ജീവിതത്തിൽ. അള്ളാഹു ആ മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ മിനിങ്ങളെ. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലുള്ള ഞാനും നിങ്ങളും നമ്മളെല്ലാവരും നന്ദിയുള്ള, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന ഒരു അടിമയായി മാറാൻ ഇനിയും വൈകിക്കൂടെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനു ഷരീഫാണ്. എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ അള്ളാഹു നമുക്ക് തന്ന അവസരമാണ്. എല്ലാ നന്മയും നേടിയെടുക്കാൻ ഖാലിഖായ റബ്ബ് നമുക്ക് തന്ന ഒരു സുവർണ അവസരമാണ്. പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് വെറുതെ പറയുന്നതിലുപരി നമ്മൾ കർമ്മം കൊണ്ട് അത് അനുഭവത്തിൽ കാണിക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അതൊക്കെ തീർന്ന് നല്ലൊരു റാഹത്തുള്ളൊരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമുക്കൊരു കാരണമാകണം. ഈ റമളാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി പറയേണ്ടതുണ്ട്. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി എത്ര ആളുകളാണ് മുഅ്മിനീങ്ങളെ മരണപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു എനിക്കും നിങ്ങൾക്കും ആയുസ് തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, എല്ലാം തന്നില്ലേ മുഅ്മിനീങ്ങളെ? നമുക്ക് അള്ളാഹുവിനൊന്ന് നന്ദി ചെയ്യണ്ടേ, ഒരു ശുക്ർ ചെയ്യണ്ടേ? ഫർളാക്കപ്പെട്ട നിസ്കാരമല്ലാതെ എക്സ്ട്രാ അള്ളാഹുവിന് വേണ്ടി ശുക്രിൻ്റെ ഒരു സുജൂദൊന്ന് ചെയ്യാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം റബ്ബ് തീർത്ത് നല്ല റാഹത്തുള്ളൊരു ജീവിതം ഖാലിഖായ റബ്ബ് നമുക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ പാവപ്പെട്ട എന്നെയും എൻ്റെ കുടുംബത്തെയും പിന്നെ നമ്മുടെ ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഉൾപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഈ കഥ, ഈ ചരിത്രം, ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ മാത്രം, മുത്തുനബിയോട് സ്നേഹമുള്ളവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.